നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിൽ മേയർ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ 100-ലധികം വരുന്ന ഉദ്യോഗസ്ഥ സംഘം ഇന്ന് രാവിലെ മുതൽ ഭക്ഷണശാലകളിൽ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. 95 ഭക്ഷണശാലകളിലാണ് ഇന്ന് മേയറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ 48 ഹോട്ടലുകളും വൃത്തിഹീനമാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് 95-ൽ 48, 50%-ലധികം, പകുതിയിലധികം ഹോട്ടലുകൾ, തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന പകുതിയിലധികം ഹോട്ടലുകളും വൃത്തിഹീനമാണ്. ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല, പലയിടങ്ങളിലും നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ കണക്കുകളാണ് പുറത്തു വന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മേയർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് റെയ്ഡിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മേയർ തന്നെ പുറത്തുവിട്ടത്. 100 കണക്കിന് ജീവനക്കാരാണ് പല സംഘങ്ങളായി പിരിഞ്ഞ് നഗരസഭാ പരിധിയിലുള്ള ഹോട്ടലുകളിൽ ഏതാണ്ട് 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ റെയ്ഡ് നടത്തിയത്. 1 മണി വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത്. അതിനുശേഷവും റെയ്ഡുകൾ തുടരുമെന്ന് വാർത്താ സമ്മേളനത്തിൽ മേയർ അറിയിച്ചിട്ടുണ്ട്. അതായത് ചില ഭക്ഷണശാലകൾ വൈകുന്നേരം മാത്രം പ്രവർത്തിക്കുന്നവയാണ്. മാത്രമല്ല, നഗരത്തിലുടനീളം തട്ടുകടകളും മറ്റുമുണ്ട്. ഇവിടെയെല്ലാം പരിശോധന നടത്തും. ഈ പറയുന്ന തട്ടുകടകളിലും മറ്റും നേരത്തെ വളരെ ചെറിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അതിൽ പലയിടത്തും ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ പ്രശ്നങ്ങൾ മാറ്റണമെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും നിയമവിധേയമായി ഭക്ഷണശാലകൾ പ്രവർത്തിക്കണമെന്നും നേരത്തെ ഈ പറയുന്ന ഹോട്ടൽ ഉടമകൾക്ക് മുന്നറിയിപ്പ് നഗരസഭ നൽകിയിരുന്നതാണ്. ആ മുന്നറിയിപ്പ് നൽകി ഏറെ നാൾ കാത്തിരുന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി നഗരസഭ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് പോലും പകുതിയിലധികം ഹോട്ടലുകളിൽ വിൽക്കുന്നത് കഴിക്കാൻ കൊള്ളാത്ത ഭക്ഷണമാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമായ ക്രമക്കേടുകൾ അതിനകത്ത് നടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 50%-ലധികം ഹോട്ടലുകളും മഹാരോഗങ്ങളുടെ സംക്രമ കേന്ദ്രങ്ങളായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്ന് തിരുവനന്തപുരം മേയറിലൂടെ തിരുവനന്തപുരം നഗരവാസികൾ തിരിച്ചറിഞ്ഞത്. ഇതിപ്പോൾ മൺസൂൺ കാലഘട്ടമാണ്. നിരവധി രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. എബോളയടക്കമുള്ള, ഷിഗല്ലയടക്കമുള്ള വിവിധ തരത്തിലുള്ള വൈറൽ പനികൾ, എലിപ്പനി, ഡെങ്കിപ്പനി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. വൃത്തിഹീനമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നത് വഴി അതുവഴി മാരകമായ മറ്റ് രോഗങ്ങളും പിടിപെടുന്നു. തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലാണ് ഒരു ബേക്കറിയിൽ നിന്നും കുടിച്ച ശീതളപാനീയത്തിൽ നിന്നും ഷിഗല്ല എന്ന മഹാരോഗം ചില ആളുകൾക്ക് ലഭിച്ചത്. ഇങ്ങനെ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ സമൂഹത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുകയും വിളമ്പുകയും ചെയ്യുന്നത്? ഈ ചോദ്യമാണ് ഇപ്പോൾ നഗരവാസികൾക്ക് മുന്നിലുള്ളത്. അതായത് ഇന്ന് മേയർ നടത്തിയതുപോലെയുള്ള നിരവധി പരിശോധനകൾ ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. ആ പരിശോധനകളിലെല്ലാം പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ 48 ഹോട്ടലുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയെങ്കിലും 7 ഹോട്ടലുകളിൽ നിന്ന് മാത്രമാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. ഈ പഴകിയ ഭക്ഷണത്തിൽ ഭൂരിഭാഗവും മാംസഭക്ഷണങ്ങളായിരുന്നു, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളായിരുന്നു. കഴിച്ചാൽ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. ഒരു ഹോട്ടലിൽ നിന്നും പരിശോധക സംഘം വരുന്നതറിഞ്ഞ് ഈ പഴകിയ ചിക്കനുമായി ഓടി രക്ഷപ്പെടാൻ പോലും ശ്രമിച്ചു എന്ന് മേയർ ഇന്ന് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മാഫിയ സംഘങ്ങളാണോ ഹോട്ടലുകൾ നടത്തുന്നത്? ഇത്തരത്തിലുള്ള പരിശോധനകൾ കാലാകാലങ്ങളായി തിരുവനന്തപുരത്ത് നടന്നു വരികയല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രവണതയ്ക്ക് അന്ത്യം കുറിക്കാത്തത്? ഇപ്പോഴും മാറാരോഗങ്ങൾ കൊണ്ട് തലസ്ഥാനത്തെ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ്. പകർച്ചപ്പനി കാരണം ആശുപത്രികൾ ജനങ്ങൾ കിടക്കയില്ലാതെ തറയിലും വരാന്തയിലും മറ്റും കിടന്ന് ചികിത്സ തേടുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ പനി ബാധിച്ച് വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തലസ്ഥാന നഗരത്തിലെ ഹോട്ടലുകൾ വിൽക്കുന്നു എന്ന ചോദ്യം ഉയരുകയാണ്. ഈ പറഞ്ഞ ഹോട്ടലുകൾക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്? 48 ഹോട്ടലുകളിൽ നിന്നുമായി ആകെ പിരിച്ചെടുത്തിരിക്കുന്ന പിഴത്തുക എന്ന് പറഞ്ഞാൽ വെറും 57,500 രൂപ മാത്രമാണ്. നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ചിട്ട് ഈ പറയുന്നത് പോലെയുള്ള റെയ്ഡും ശിക്ഷാ നടപടികളും പിഴത്തുകയുമൊക്കെ നൽകാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഹോട്ടൽ ഉടമകൾ എത്രമാത്രം ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയാലും
അവർക്ക് ആവശ്യത്തിനുള്ള അർഹമായ ശിക്ഷ ലഭിക്കുന്നില്ല എന്നതാണ് ഈ ഹോട്ടലുകൾ വീണ്ടും വീണ്ടും ഉയരാനുള്ള കാരണം. തലസ്ഥാനത്ത് പഴകിയ ഭക്ഷണം പിടിച്ച ഹോട്ടലുകളിൽ പലതിലും ഇതിനു മുമ്പും പരിശോധനകൾ നടന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിട്ടുണ്ട്. തലസ്ഥാനത്തെ പ്രശസ്തമായ ഒന്നോ രണ്ടോ ഹോട്ടലുകളിൽ സ്ഥിരം ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുന്നുണ്ട്. എന്നു പറഞ്ഞാൽ പഴകിയ ഭക്ഷണം വിൽക്കുന്നവർക്ക്, അനാരോഗ്യകരമായ ഭക്ഷണം വിൽക്കുന്നവർക്ക്, ജനങ്ങൾക്ക് മാറാരോഗം സമ്മാനിക്കുന്ന ഭക്ഷണം വിൽക്കുന്നവർക്ക് യാതൊരു നിയമ നടപടിയും നേരിടേണ്ടി വരുന്നില്ല എന്നാണ് ഈ സൂചനകൾ അല്ലെങ്കിൽ ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. വീണ്ടും വീണ്ടും തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ധാരാളം സ്വർണ്ണക്കടകളുണ്ട്. ഈ സ്വർണ്ണക്കടകളുടെ ഈ സ്വർണ്ണാഭരണങ്ങളുടെ പരിശോധിച്ചാൽ വലിയതായ ക്രമക്കേടുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഒരുപക്ഷെ ബില്ലടിക്കുന്നതിലുള്ള വ്യത്യാസമോ ഈ നികുതി വെട്ടിക്കുന്നതിനുള്ള ചില ക്രമക്കേടുകളോ കണ്ടേക്കാം. പക്ഷേ സ്വർണത്തിൻ്റെ പരിശുദ്ധി എല്ലാവരും ഉറപ്പുവരുത്തുന്നുണ്ട്. കാരണം പണം കൊടുത്ത് വാങ്ങുന്ന സ്വർണത്തിൽ അനധികൃതമായി എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പരിശുദ്ധിയിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ ഗുരുതരമായ നടപടിക്രമങ്ങളിലേക്ക് പോയേക്കാം. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ പറയുന്ന ജ്വല്ലറിക്കാരനെ അല്ലെങ്കിൽ സ്വർണം വ്യാപാരിയെയൊക്കെ അതിനിശിതമായി വിമർശിച്ചേക്കാം, കൈകാര്യം ചെയ്തേക്കാം. എന്നാൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോഴുണ്ടാകുന്ന ശ്രദ്ധ പോലും ഈ പറയുന്ന ഭക്ഷണം വിൽക്കുമ്പോഴുള്ള ശ്രദ്ധയിൽ ഇല്ല എന്നുള്ളതാണ് നിരന്തരം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ഇന്നിപ്പോൾ പഴകിയ ഭക്ഷണം പിടിച്ച ഹോട്ടൽ 1-2 മാസങ്ങൾക്ക് ശേഷം തുറന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും അടുത്ത വർഷം ഇതേ സമയം നടത്തുന്ന പരിശോധനയിൽ ഈ ഹോട്ടലുകളിൽ നിന്നും വീണ്ടും പഴകിയ ഭക്ഷണം പിടിച്ചേക്കാം. ഇങ്ങനെയുള്ള വാർത്തകൾ ലഭിക്കാതിരിക്കുന്ന 100 അല്ല 1000 ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി പിരിഞ്ഞ് തിരുവനന്തപുരം നഗരത്തിൽ പരിശോധന നടത്തിയാലും ഒരൊറ്റ ഹോട്ടലിൽ നിന്ന് പോലും പഴകിയ ഭക്ഷണം പിടിക്കാൻ കിട്ടരുത്. അങ്ങനെയൊരു കാലഘട്ടം എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൂടാ? ഭക്ഷണം ഇങ്ങനെ ക്രമരഹിതമായി വിളമ്പുന്നവരെ, പഴകിയ ഭക്ഷണം വിളമ്പുന്നവരെ, ഭക്ഷണത്തോടൊപ്പം മാറാരോഗവും വിളമ്പുന്നവരെ എന്തുകൊണ്ടാണ് മാതൃകാപരമായി ശിക്ഷിക്കാൻ നമുക്ക് കഴിയാത്തത്? ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും അവൻ ഈ കുറ്റകൃത്യം ചെയ്യില്ല എന്ന തലത്തിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? തീർച്ചയായും നിലവിലുള്ള നിയമങ്ങളുടെ ദൗർബല്യം തന്നെയാണ് അതിൻ്റെ കാരണം. നിലവിലുള്ള പല നിയമങ്ങളും ശക്തമല്ല. ഇത്തരം കുറ്റവാളികൾക്ക് ശക്തമായ ശിക്ഷ ലഭിക്കുന്നില്ല, മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നില്ല. പല ഹോട്ടൽ നടത്തിപ്പുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം ലഭിക്കുന്നില്ല. അവർ എന്തുമാത്രം കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നത്, എത്ര ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്നറിയാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. ബോധവൽക്കരണമില്ല. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ കുറ്റം പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായ നിയമ നടപടികൾ ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല. പല ഹോട്ടലുകളിൽ മാഫിയ സംഘങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് വൻ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവർ നിയമ നടപടികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇതെല്ലാം അവസാനിപ്പിച്ചാൽ മാത്രമേ ഏതൊരു നഗരത്തിലായാലും ശുദ്ധമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അപകടം വരുത്താത്ത തരത്തിലുള്ള ഭക്ഷണം വിളമ്പുന്ന ഭക്ഷണശാലകൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തെരുവോരങ്ങളിലടക്കം ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ തെരുവോര കച്ചവടം അത് പാവപ്പെട്ട വ്യാപാരികൾക്ക് അത്തരത്തിലുള്ള കച്ചവടം നടത്തിയവരുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗമാണ്. പക്ഷേ ഈ തെരുവുകളെ വൻകിട ഹോട്ടൽ ശൃംഖലകൾ കൈയടക്കുന്നു. വൻകിട തട്ടുകടകളും മറ്റും നിരവധി ബ്രാഞ്ചുകളുള്ള ആളുകൾ ഈ വഴിയോരത്തെ പ്രധാനപ്പെട്ട വിൽപ്പന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു എന്ന പരാതിയും തിരുവനന്തപുരം മേയർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ അവർക്കെതിരായിട്ടാണ് നടപടി. സ്വാധീനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗ്രിപ്പോ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ഇന്നിപ്പോൾ പിടിക്കപ്പെട്ടിട്ടില്ലാത്തവർ എത്രയും വേഗം ഈ നിയമവിരുദ്ധ കച്ചവടം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അവർ അവരുടെ ബിസിനസ് സംരംഭം തന്നെ മതിയാക്കുക. ഇല്ല എങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകും. ഇനിയും അങ്ങോട്ട് കർശനമായ പരിശോധനകൾ നടത്തി ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ഉദ്ദേശം എന്ന് മേയർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആ ഉദ്ദേശവും നടപടിക്രമങ്ങളും എല്ലാം തീർച്ചയായും നല്ലത് തന്നെയാണ്. പക്ഷേ നിയമം കടുപ്പിക്കുക, ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് മാതൃകാപരമായി ശിക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമനിർമ്മാണവും കുറ്റകൃത്യം ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങളും ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നതുവരെ ഇത് തുടരുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്.